ഹരിയാനയിലെ ഗുരുഗ്രാമിൽ വൻ തീപിടുത്തം. പടൗഡി റോഡിലുള്ള വെയർഹൌസിലുണ്ടായ തീപിടുത്തത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ട്. അർദ്ധരാത്രിയോടെ ആരംഭിച്ച തീ സമീപത്തെ മറ്റ് 2 കമ്പനികളിലേക്ക് കൂടി പടർന്നു പിടിക്കുകയായിരുന്നു. ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ജുന്ദ് സരായിലെ ലൈഫ് ലോങ് കമ്പനിയുടെ വെയർഹൌസിലാണ് അർദ്ധരാത്രിയോടെ വൻ തീപിടുത്തമുണ്ടായത്. തീ പടരുന്നത് കണ്ട ജീവനക്കാർ ഉടൻ തന്നെ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് ഓടിയതിനാൽ ആളപായം ഒഴിവായി. വിവരമറിഞ്ഞ ഉടൻ തന്നെ അഗ്നിശമന സേന സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. തീയുടെ അതിരൂക്ഷമായ വ്യാപ്തി കണക്കിലെടുത്ത് ഗുരുഗ്രാമിലെ എല്ലാ ഫയർ സ്റ്റേഷനുകളിൽ നിന്നും സ്വകാര്യ കമ്പനികളിൽ നിന്നുമായി 24ലധികം ഫയർ എഞ്ചിനുകളാണ് സ്ഥലത്തെത്തിയത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൊടുവിലാണ് അഗ്നിശമന സേനയ്ക്ക് തീയണയ്ക്കാനുള്ള നടപടികൾ ഏകോപിപ്പിക്കാനായത്. കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് പോലും കാണാൻ കഴിയുന്നത്ര ഭയാനകമായിരുന്നു തീജ്വാലകൾ. ആകാശത്തേക്ക് ഉയർന്ന തീയും കറുത്ത പുകയും പ്രദേശവാസികളെ ആകെ പരിഭ്രാന്തിയിലാക്കി. ലൈഫ് ലോങ് കമ്പനിയുടെ വെയർഹൌസിൽ നിന്ന് തുടങ്ങിയ തീ നിമിഷ നേരം കൊണ്ട് അതിവേഗം പടർന്നു പിടിക്കുകയും ഇതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് 2 കമ്പനികളെ കൂടി വിഴുങ്ങുകയും ചെയ്തു. ശക്തമായ കാറ്റും വേഗതയിൽ തീ പിടിക്കുന്ന വസ്തുക്കളുടെ സാന്നിധ്യവുമാണ് സ്ഥിതിഗതികൾ ഇത്രത്തോളം വഷളാക്കിയത്. ഇതോടെ 3 ഭാഗങ്ങളിൽ നിന്നായി തീ നിയന്ത്രിക്കേണ്ട കടുത്ത വെല്ലുവിളിയാണ് അഗ്നിശമന സേനാംഗങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. വെയർഹൌസിന്റെ 2ാം നിലയിലുള്ള ഇൻജക്ഷൻ മോൾഡിംഗ് യൂണിറ്റിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. മെഷീനുകളിലുണ്ടായ സാങ്കേതിക തകരാറോ ഷോർട്ട് സർക്യൂട്ടോ ആകാം അപകട കാരണമെന്നാണ് വിലയിരുത്തൽ. മോൾഡിംഗ് യൂണിറ്റിൽ വൻതോതിൽ പ്ലാസ്റ്റിക് തരികളും കെമിക്കലുകളും മറ്റ് അസംസ്കൃത വസ്തുക്കളും ശേഖരിച്ചു വെച്ചിരുന്നത് തീയുടെ തീവ്രത വർദ്ധിപ്പിച്ചു. ഇതിനു പുറമെ ഇതേ നിലയിൽ പ്രവർത്തിച്ചിരുന്ന അത്യാധുനിക കെമിക്കൽ ടെസ്റ്റിംഗ് ലാബിലേക്ക് തീ പടർന്നത് കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കി. ലാബിലുണ്ടായിരുന്ന രാസവസ്തുക്കളും സ്പിരിറ്റും തീ ആളിപ്പടരാൻ കാരണമായി. കെമിക്കലുകൾ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് കെട്ടിടത്തിന് ഭിത്തികൾക്ക് വിള്ളൽ വീണിട്ടുണ്ട്. കെമിക്കൽ സാന്നിധ്യം തീജ്വാലകളെ കൂടുതൽ വിഷലിപ്തമാക്കിയതായി ദൃക്സാക്ഷികൾ പറയുന്നു. തീപിടുത്തത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വൻ സാമ്പത്തിക നഷ്ടമാണ് കണക്കാക്കുന്നത്. 3 കമ്പനികളുടെയും ഗോഡൌണിൽ ഉണ്ടായിരുന്ന പൂർത്തിയായ ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, വിലപിടിപ്പുള്ള യന്ത്രങ്ങൾ എന്നിവ പൂർണ്ണമായും കത്തി നശിച്ചു. കെട്ടിടത്തിന് വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തീ പൂർണ്ണമായും അണച്ചതിനു ശേഷം പോലീസ്, അഗ്നിശമന സേനാ വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന പരിശോധനകൾക്ക് ശേഷം മാത്രമേ നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കെടുക്കാനാകൂ എന്ന് അധികൃതർ അറിയിച്ചു. നിലവിൽ 3 കമ്പനികളിലുമുള്ള തീ പൂർണ്ണമായും അണയ്ക്കാനാണ് മുൻഗണന നൽകുന്നതെന്ന് ഫയർ ഓഫീസർ നരേന്ദ്ര സിംഗ് വ്യക്തമാക്കി. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാവുകയും ചെയ്ത ശേഷം കെട്ടിടത്തിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ അവശിഷ്ടങ്ങൾക്കിടയിൽ ഊർജിതമായ തെരച്ചിൽ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.